ഒറ്റ നോട്ടത്തിൽ ആകർഷകമായ ലുക്കിലുള്ള റെസ്റ്റോറന്റുകൾ, ആർക്കും കയറി രുചിക്കാൻ തോന്നുന്ന വിധത്തിലുള്ള ബാഹ്യമോടികൾ, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല ആംബിയൻസ് ആണ്. വിളമ്പിക്കിട്ടുന്നതും മനോഹരമായ രീതിയിൽ. വാഷ്, ഫാമിലി, AC, ഇങ്ങനെ പലതരം ബോർഡുകൾക്കപ്പുറം ഒരു ബോർഡ് പലയിടത്തുമുണ്ട്. പ്രവേശനം സ്റ്റാഫുകൾക്ക് മാത്രം. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്നത് സത്യം. പക്ഷേ അവിടെയാണ് കഥയുടെ സസ്പെൻസ്. ഏതൊക്കെ രീതിയിലാണ് അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത് എന്ന് നമുക്ക് അറിയില്ല. ഏതൊക്കെ തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുന്നത് എന്ന് നമുക്കറിയില്ല. രുചി മാത്രം നോക്കി നമ്മളിൽ പലരും ഭക്ഷണം കഴിച്ച് ബില്ലടച്ച് സ്ഥലം വിടുന്നു. എന്നാൽ അത്ര ആരോഗ്യകരമായ രീതിയിലല്ല അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത് എന്നതാണ് വാർത്തകളും ദൃശ്യങ്ങളും വ്യക്തമാക്കുന്നത്. അത്തരം ചില ദൃശ്യങ്ങൾ തന്നെ ആദ്യം നമുക്ക് കാണാം. ഇതൊക്കെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണമാണോ നാം കഴിച്ചത് എന്ന ചിന്ത മൂലം ഓക്കാനം പോലും നമുക്കുണ്ടായേക്കാം. വാസ്തവം ഇതാണ്. ഭൂരിപക്ഷ ഭക്ഷണശാലകളും ഫുഡ് സേഫ്റ്റി നിബന്ധനകൾ പാലിച്ചോ വൃത്തികരമായ രീതിയിലോ അല്ല ഭക്ഷണം പാകം ചെയ്യുന്നത്. നമ്മൾ മലയാളികളുടെ അനാരോഗ്യത്തിനും രോഗങ്ങൾക്കും ഒരു വലിയ പങ്ക് വഹിക്കുന്നവയായി ഇത്തരം ഭക്ഷണശാലകൾ മാറിയിരിക്കുന്നുവെന്നതാണ് സത്യം. എന്നിട്ടും വിളക്കിന് അരികിലേക്ക് പറക്കുന്ന ഈയാമ്പാറ്റകളെ പോലെയാണ് നാം ഇത്തരം ഭക്ഷണശാലകളിലേക്ക് ഓടിച്ചെല്ലുന്നത്. നോർത്ത് ഇന്ത്യക്കാരൻ്റെ പാനിപൂരി കടകൾ, മലയാളി ചേട്ടന്മാരുടെ തട്ടുകടകൾ, പുതിയ പുതിയ റെസ്റ്റോറൻറ്റുകൾ, ഫാസ്റ്റ് ഫുഡ് കൾച്ചറും തട്ടുകട പ്രേമവും അറേബ്യൻ ഫുഡും ഓൺലൈൻ ഫുഡുകളും എല്ലാം ചേർന്ന് മലയാളിയുടെ പോക്കറ്റ് കൊള്ളയടിക്കുകയും അവരെ പലതരത്തിലുള്ള രോഗികളാക്കുകയും മാത്രമല്ല കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും വരെ വിള്ളലുകൾ സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയാളികൾക്ക് അടുത്ത കാലം വരെ പരിചിതമല്ലാതിരുന്ന എത്രയെത്ര പുതിയ ഭക്ഷ്യവിഭവങ്ങളാണ് ഇന്ന് യുവജനങ്ങൾക്കിടയിൽ വൻ ജനപ്രീതി നേടിക്കൊണ്ടിരിക്കുന്നത്. അൽഫാം, കുഴിമന്തി, ഷവർമ തുടങ്ങിയ പലതരത്തിലുള്ള അറേബ്യൻ ഫുഡുകൾ വിരുന്നുകാർ വന്നാലും ജന്മദിനം ആഘോഷിക്കാനും മാത്രമല്ല അനുദിന ജീവിതത്തിൽ പോലും ഇന്ന് ഇത്തരം ഭക്ഷണശാലകളും ശീലങ്ങളും പ്രധാന സ്ഥാനം കൈവരിച്ചിരിക്കുകയാണ്. മലയാളികളുടെ ഈ മാറുന്ന ഭക്ഷണശീലവും സമീപനവും കാഴ്ചപ്പാടും സമീപ ഭാവിയിൽ സാമൂഹ്യവും കുടുംബപരമായ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിതെളിച്ചേക്കാമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. മാത്രവുമല്ല അതുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുമുണ്ട്. അടുക്കളയ്ക്ക് അവധി കൊടുത്ത് അനാരോഗ്യകരമായ ഭക്ഷണ രീതികൾ നിത്യജീവിതത്തിന്റെ ഭാഗം ആക്കുന്നത് വഴി നമ്മുടെ കുടുംബങ്ങൾക്ക് സംഭവിക്കാനിടയുള്ള അപകടങ്ങളും അപജയങ്ങളും എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ ഈ ന്യൂസ് സ്റ്റോറിയിലൂടെ ചർച്ച ചെയ്യുന്നത്. നാല് വശവും അടച്ചുറപ്പുള്ള ഹോട്ടലുകളിൽ നിന്ന് മലയാളികൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് തട്ടുകടകൾ ആണ് എന്ന് പറയാം. തുറസായ സ്ഥലത്ത് കാറ്റും വെളിച്ചവും അനുഭവിച്ച് ചൂടുദോശയും പൊരിച്ച ചിക്കനും ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ കഴിക്കുന്നതിന് വഴിയൊരുക്കുന്ന തട്ടുകടകൾക്ക് മലയാളികളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത്. എന്നാൽ തട്ടുകടകൾക്ക് പിന്നിലുള്ള അപകടം അവിടുത്തെ രുചിക്കപ്പുറം ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ആയിരക്കണക്കിന് വാഹനങ്ങൾ നിത്യവും കടന്നു പോകുന്ന പാതയോരങ്ങളിൽ തുറസായ സ്ഥലത്താണ് എല്ലാ തട്ടുകടകളും പ്രവർത്തിക്കുന്നത്. പൊടിപടലങ്ങളും മറ്റു മാലിന്യങ്ങളും ആഹാര പദാർത്ഥങ്ങളിലാണ് പതിയുന്നത്. മറയില്ലാതെ തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഈച്ചകൾ ആർക്കുന്നത് പതിവ് ദൃശ്യങ്ങളാണ്. തട്ടുകടകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ ഫുഡ് ആൻഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ നിർബന്ധമായും പാലിച്ചിരിക്കണമെന്നതാണ് നിയമം. പക്ഷേ പല തട്ടുകടകൾക്കും ഇത്തരത്തിലുള്ള രജിസ്ട്രേഷൻ പോലും കാണാറില്ല. പാചകം ചെയ്യുന്ന ഭക്ഷണം സൂര്യപ്രകാശം, പൊടി, കാറ്റ് എന്നിവയിൽ നിന്ന് സുരക്ഷിതമായിട്ടാണ് സൂക്ഷിക്കേണ്ടത്. പക്ഷേ പല തട്ടുകടകളിലും ഈ നിയമം പോലും പാലിക്കപ്പെടാറില്ല എന്നുള്ളതാണ് വാസ്തവം. പഴകിയ പൊറോട്ടകളും സിന്തറ്റിക് കളർ പൊടികളും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ തട്ടുകടകളിൽ നിന്നും പിടികൂടിയ വാർത്തകൾ തെല്ലും പുതുമയല്ലാത്തവയാണ്. പൂർണ്ണമായോ ഭാഗികമായോ വിഷാംശമുള്ളതോ നാശം സംഭവിച്ചതോ ആയ ഭക്ഷണ വസ്തുക്കൾ, കല്ല്, മണ്ണ് തുടങ്ങിയവയെ അടങ്ങിയ ഭക്ഷണം
ചത്ത പക്ഷിമൃഗാദികളുടെ മാംസം, വൃത്തിഹീനമായ സാഹചര്യത്തിലുള്ള പാചകം ചെയ്യൽ, തരം താഴ്ന്ന വസ്തുക്കൾ കൊണ്ടുള്ള ഭക്ഷണം, നിറങ്ങൾ, ഫ്ലേവറുകൾ അടങ്ങിയത്, നിശ്ചിത അളവിലും കൂടുതൽ പ്രിസർവേറ്റീവുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ, ഇതൊക്കെ അൺസേഫ് ഫുഡായി ഭക്ഷ്യസുരക്ഷാ വിഭാഗം പ്രഖ്യാപിച്ചിട്ടുള്ളവയാണ്. ശരീരത്തിനും ആരോഗ്യത്തിനും ഹാനികരവും ജീവന് തന്നെ ഭീഷണിയുമാണ് അൺസേഫ് ഫുഡ് എന്ന് പറയുന്നത്. തട്ടുകടകൾ മുതൽ മുന്തിയ ഹോട്ടലുകളിൽ ചിലതിൽ വരെ ഇത്തരത്തിലുള്ള അൺസേഫ് ഫുഡുകൾ സെർവ് ചെയ്യപ്പെടാറുണ്ട് എന്നുള്ളതാണ് വാസ്തവം. വളരെ വേഗത്തിൽ തയ്യാറാക്കപ്പെടുന്നതും വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ഉയർന്ന അളവിൽ സംസ്കരിച്ചതുമായ ഭക്ഷണമാണ് ഈ ഫാസ്റ്റ് ഫുഡ്. നമ്മുടെ സംസ്കാരത്തിലേക്ക് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു ഭക്ഷണശീലമാണ് ഇന്ന് ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത്. ബർഗറുകൾ, പിസ്സ, കബാബുകൾ, സാൻഡ്വിച്ചുകൾ, ഇതെല്ലാമാണ് ഇവയിൽ പെടുന്നത്. പലപ്പോഴും മുൻകൂട്ടി പാകം ചെയ്തതോ ഫ്രീസ് ചെയ്തതോ ആഴത്തിൽ വറുത്തതോ മൈക്രോവേവിൽ തയ്യാറാക്കിയ ചേരുവകകളോ ആകാം. പൂരിത കൊഴുപ്പ്, പഞ്ചസാര, ഉയർന്ന അളവിലുള്ള കാർബോഹൈഡ്രേറ്റുകൾ, കലോറികൾ എന്നിവ ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. പോഷകങ്ങളോ വൈറ്റമിനുകളോ ധാതുക്കളോ നാരുകളോ ഇവയിൽ വളരെ കുറവാണ്. ഉയർന്ന രക്തസമ്മർദ്ദം, പക്ഷാഘാതം, ഹൃദയാഘാതം, വൃക്കരോഗം, മലബന്ധം, പൈൽസ്, അമിതവണ്ണം, കുടവയർ, പ്രമേഹം എന്നിങ്ങനെ നിരവധിയായ ശാരീരിക രോഗങ്ങൾക്ക് പുറമെ മാനസിക അവസ്ഥയെ കൂടി ഇത്തരം ഭക്ഷണശീലങ്ങൾ പ്രതികൂലമായി ബാധിക്കാറുണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സ്കൂൾ വിട്ടോ കോളേജ് വിട്ടോ വരുന്ന മക്കൾക്ക് വൈകുന്നേരം കാപ്പിക്കായി അവിൽ നനച്ചതോ കപ്പയോ ചക്കയോ കാച്ചിലോ ചേനയോ ചേമ്പോ വിളമ്പുന്ന അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്നത് പാചകം ചെയ്ത് കൊടുക്കുന്ന എത്ര അമ്മമാരുണ്ട് ഇന്ന് നമുക്കിടയിൽ. ഭൂരിപക്ഷം കുടുംബങ്ങളിലും കണ്ടുവരുന്നത് അമ്മമാരോ അപ്പന്മാരോ ബേക്കറികളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന മീറ്റ് റോളും ബർഗറും കട്ട്ലറ്റും പബ്സും ഒക്കെയാണ് മക്കളുടെ വൈകുന്നേരത്തെ ഭക്ഷണമായി മാറുന്നത് എന്നതാണ്. മക്കൾക്ക് ഇഷ്ടമുള്ളതും ഇതൊക്കെ തന്നെയാണ് എന്ന് സമ്മതിക്കുമ്പോഴും അമ്മമാർക്ക് അടുക്കളയിൽ കയറാതിരിക്കാനുള്ള എളുപ്പവഴിയായി കൂടി ഈ രീതി മാറുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അധികമായി പണം നൽകി മക്കളെ അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾക്ക് അടിമകളാക്കി മാറ്റുന്ന ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാതാപിതാക്കൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. ദോശമാവും ചപ്പാത്തിയും വരെ റെഡിമെയ്ഡായി വാങ്ങാൻ കിട്ടുന്ന ഇക്കാലത്ത് അടുക്കള പല കുടുംബങ്ങളിലും സജീവമായി പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നത്തേതുപോലെ ജീവിതശൈലി രോഗങ്ങൾ പഴയകാല വീട്ടമ്മമാരെ പിടികൂടാതിരുന്നതിൻ്റെ കാരണവും അവർ തങ്ങളുടെ അടുക്കളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൃത്യതയോടെ ചെയ്തു തീർത്തത് കൊണ്ടുകൂടിയായിരുന്നു. അരിപൊടിച്ചും മുളകരച്ചും വെള്ളം കോരിയും വിറക് വെട്ടിയും തങ്ങളുടെ ശരീരത്തിലെ അനാവശ്യമായ കൊഴുപ്പ് മുഴുവൻ എരിയിച്ചു കളഞ്ഞ അവർക്ക് ട്രെഡ്മില്ലോ ഫിറ്റ്നസ് ട്രെയിനറോ ആവശ്യമുണ്ടായിരുന്നില്ല അന്ന്. ജീവൻ നിലനിർത്താനും ആരോഗ്യത്തിനും വേണ്ടിയാണ് ഭക്ഷണം കഴിക്കുന്നത് എങ്കിൽ ചില ഭക്ഷണം കഴിച്ച് ജീവൻ നഷ്ടമായ സംഭവങ്ങൾ നമ്മളുടെ മുന്നിൽ ധാരാളമായുണ്ട്. അതിലേറ്റവും മുന്നിലുള്ളത് ഷവർമ്മയാണ്. ഈ വർഷം സെപ്റ്റംബറിൽ പോലും ഷവർമ്മ കഴിച്ച 14 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായ സംഭവം പലരുടെയും ഓർമ്മയിലുണ്ടാകും. അതിനു മുൻപ് ഒരു 14-കാരി ചെന്നൈയിൽ ഷവർമ്മ കഴിച്ച് മരണമടഞ്ഞിരുന്നു. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് 2012 ജൂലൈ 10-നായിരുന്നു. സച്ചിൻ റോയി എന്ന 21-കാരനായിരുന്നു ഇതിന്റെ ഇര. അറബ് രാജ്യങ്ങളിലെ ഒരു ഭക്ഷണ വിഭവമാണ് ഷവർമ്മ. ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഇഷ്ടവിഭവമായിരുന്നു അത്. പക്ഷേ ഇന്ന് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് അവരുടെ പ്രിയ മെനു ഷവർമ്മയായി മാറിയിരിക്കുകയാണ്. സാധാരണയായി ഷവർമ്മയിൽ വിഷാംശം അടങ്ങിയിട്ടില്ല. എന്നാൽ അത് കൈകാര്യം ചെയ്യുന്ന രീതിയിലെ അനാസ്ഥ ഷവർമ്മയെ വളരെ വലിയ അപകടകാരിയാക്കി മാറ്റുകയാണ്. പ്രത്യേകിച്ച് പാകം ചെയ്യുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന രീതി. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവരുടെ ശുചിത്വമില്ലായ്മയും വൃത്തിഹീനമായ ഉപകരണങ്ങളുടെ ഉപയോഗവും അനാവശ്യമായ സോസുകളുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും ഉപയോഗവും ഷവർമ്മയെ ഷവർമ്മയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് വാസ്തവം. അൽഫാം, കുഴിമന്തി, ബാർബിക്യൂ എന്നിവയും അപകടകാരികളായ അറേബ്യൻ ഫുഡുകളുടെ പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഗ്യാസിൽ നേരിട്ട് കരിച്ചെടുക്കുന്ന ബാർബിക്യൂ വളരെ ദോഷകരമാണ്. മലയാളികൾക്കിടയിൽ ക്യാൻസർ വർദ്ധിക്കാൻ അറേബ്യൻ ഫുഡ് ഒരു കാരണമാണ് എന്ന് പരക്കെ ഒരു ആരോപണവുമുണ്ട്. രണ്ട് രീതിയിൽ ഇതിനെതിരെയുള്ള പ്രതികരണങ്ങളുണ്ട്. അതെന്തായാലും ഇവയുടെ നിർമ്മാണം തെല്ലും ആരോഗ്യകരമായ രീതിയിലല്ല എന്നത് പരസ്യമായ രഹസ്യമാണ്. ഭക്ഷണത്തിന് ജാതിയോ മതമോ ഇല്ലായെങ്കിലും ശരീരത്തിന് അവയുടെ വംശീയമായ പ്രത്യേകതകൾ അനുസരിച്ച് ചില ഭക്ഷണങ്ങൾ വിരുദ്ധമാണ് എന്ന കാര്യം ആരും സമ്മതിച്ചു പോകുന്നതാണ്. ദ്രാവിഡ പാരമ്പര്യമുള്ളവരാണ് നമ്മൾ. നമ്മുടെ കാലാവസ്ഥയ്ക്കും ശരീരപ്രകൃതിക്കും പാരമ്പര്യത്തിനും അനുസൃതമായ ഭക്ഷണം ശീലിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചുരുക്കം. കസ്റ്റമർ ഓർഡർ ചെയ്ത ഭക്ഷണം കഴിക്കുന്ന സൊമാറ്റോ ഡെലിവറി ബോയ് ഇനി മദ്യവും സ്വിഗ്ഗി സൊമാറ്റോ വഴി വീട്ടിലേക്ക്. ഡെലിവറി ബോയ് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന യുവതി. സൊമാറ്റോ ഡെലിവറി ബോയ്ക്ക് ബൈക്ക് സമ്മാനിച്ച സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ. ഓർഡർ ചെയ്ത ഭക്ഷണം കിട്ടിയില്ലെന്ന് പരാതി, ഉപഭോക്താവിനെ ഭീഷണിപ്പെടുത്തി.
സമീപകാലങ്ങളിലായി വന്ന ഏതാനും വാർത്തകളുടെ ശീർഷകങ്ങളാണിവ. നമ്മുടെ യാത്രയിൽ പലപ്പോഴും കാണുന്ന കാഴ്ചകളിൽ സൊമാറ്റോ, സ്വിഗ്ഗി ഡെലിവറി ബോയികൾ അതിവേഗത്തിൽ തങ്ങളുടെ കസ്റ്റമർക്ക് ഭക്ഷണം എത്തിക്കാൻ പാഞ്ഞു പോകുന്ന രംഗങ്ങളുമുണ്ട്. മലയാളികളുടെ മാറുന്ന ഭക്ഷണശീലത്തെക്കുറിച്ചുള്ള ചില ആകുല വിചാരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ പുതിയ ട്രെൻഡ്. പുതിയ കാലത്തിന്റെ മുഖമുദ്രയെന്നോണം മാറിയിരിക്കുകയാണ് ഡെലിവറി ഫുഡുകൾ. ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിൽ നിന്ന് നാം വളർന്ന് മറ്റൊരു ഘട്ടം പ്രാപിച്ചതിന്റെ തെളിവാണ് ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് വീട്ടുമുറ്റത്ത് എത്തുന്ന ഡെലിവറി ഫുഡുകൾ. പണമുണ്ടെങ്കിൽ മെയ്യനങ്ങാതെ കഴിക്കാൻ സാധിക്കും എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഇഷ്ടമുള്ളത് കഴിക്കാമെന്നൊരു ധാർഷ്ട്യം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. ഓരോരുത്തരെയും കൂടുതൽ സ്വാർത്ഥരാക്കി മാറ്റാനും ഇതുവഴി വഴിയൊരുക്കുന്നുണ്ട്. ഓരോരുത്തരും അവനവരുടെ രസമുകുളങ്ങളെ തൃപ്തിപ്പെടുത്താൻ തങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ കഴിക്കാൻ തയ്യാറാകുന്നു. പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന പങ്കുവെക്കലുകൾ പല കുടുംബങ്ങളിലും അന്യം വന്ന് പോയിരിക്കുകയാണ്. ഭാര്യയോ അമ്മയോ ബന്ധുവീട്ടിൽ പോയാലോ ഗർഭിണിയായാലോ അടുക്കള നിർജീവമാകുന്ന ആ പഴയ അവസ്ഥയ്ക്ക് മാറ്റം വന്നിരിക്കുകയാണ്. ആരില്ല എങ്കിലും പട്ടിണി കൂടാതെ കഴിക്കാനുള്ള സകല വിദ്യകളും നമുക്കിന്ന് ആവശ്യത്തിന് ഉണ്ട് എന്നുള്ളതാണ്. പണം കയ്യിൽ ഉണ്ടായാൽ മാത്രം മതി. കുടുംബാംഗങ്ങളുടെ അമ്മ, ഭാര്യ, പെങ്ങൾ ഇങ്ങനെ അടുക്കളയിലെ പാചക കാര്യങ്ങൾ കൂടുതലായും ചെയ്യുന്ന സ്ത്രീജനങ്ങളുടെ സേവനത്തെയും അവരുടെ അധ്വാനത്തെയും നിസാരമായി കണക്കാക്കുന്നവയാണ് എല്ലാ ദിവസവും ഓൺലൈൻ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുന്ന രീതി. നീ ഇല്ലെങ്കിലും ഞാൻ പട്ടിണി കിടക്കില്ല എന്നും നീ ഇല്ലെങ്കിലും ഇവിടെയൊന്നും സംഭവിക്കില്ല എന്നുമെല്ലാമുള്ള ധാർഷ്ട്യങ്ങൾ മാത്രമല്ല, വ്യക്തികളെ പലപ്പോഴും ഒറ്റപ്പെട്ടവരും തുരുത്തുകളുമാക്കി മാറ്റുകയും ബന്ധങ്ങളെ ശിഥിലീകരിക്കുകയും ചെയ്യുന്ന പ്രവണതകളും ഇന്ന് ഇതുകൊണ്ടെല്ലാം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഒരു തലമുറയ്ക്ക് മുൻപ് വരെ ആദ്യം ഉണരുകയും അവസാനം ഉറങ്ങുകയും ചെയ്യുന്ന ഒരിടമുണ്ടായിരുന്നുവെങ്കിൽ അത് അടുക്കളയായിരുന്നു. വെളുപ്പിന് ഉറക്കമുണർന്ന് തനിക്കും കുടുംബത്തിനും വേണ്ടി അടുക്കളയിൽ കയറി സ്വന്തമായും അരച്ചും പൊടിച്ചും കറിക്കരിഞ്ഞും പാചകം ചെയ്യുന്നതിൽ സന്തോഷവും നന്മ മനസ്സുമുള്ളവരായിരുന്നു അന്നത്തെ സ്ത്രീകൾ. അവരെ സഹായിക്കാൻ സന്നദ്ധതയുള്ള പുരുഷന്മാരും മക്കളും ഉണ്ടായിരുന്നു. ഇന്ന് അവയ്ക്കെല്ലാം മാറ്റം വന്നിരിക്കുന്നു. പായ്ക്കറ്റ് പൊടികൾ കൊണ്ടുള്ള ഭക്ഷണ വിഭവങ്ങളാണ് ഇന്ന് പല അടുക്കളകളിലും പാചകം ചെയ്യുന്നത്. കറിപ്പൊടിയിലും അരിപ്പൊടിയിലും കലർന്ന മായങ്ങളെക്കുറിച്ച് ഇതിനകം എത്രയോ വാർത്തകൾ നമ്മൾ കേട്ടിരിക്കുന്നു. ബ്രാൻഡഡ് കമ്പനികൾ പോലും പ്രതിക്കൂട്ടിലാക്കപ്പെട്ട എത്രയധികം സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ടും അതുകൊണ്ടൊന്നും നമുക്ക് അവയോടുള്ള ആഭിമുഖ്യം കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്നും നമ്മൾ പരസ്യങ്ങൾ പറയുന്നത് അതേപടി വിശ്വസിച്ച് അവയ്ക്ക് പിന്നാലെ പായുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. പ്രഭാത ഭക്ഷണം ഒരുമിച്ച് കഴിക്കുക എന്നത് ചിലപ്പോഴെങ്കിലും അസാധ്യമായി വന്നിട്ടുണ്ടാകാമെങ്കിലും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി അത്താഴം കഴിക്കുന്നത് പല ക്രൈസ്തവ കുടുംബങ്ങളുടെയും പണ്ടുകാലത്തെ പതിവായിരുന്നു. ദഹനത്തിന് കൂടുതൽ സഹായകരമായ ഭക്ഷണമായിരുന്നു അന്ന് അത്താഴത്തിൽ ഉൾപ്പെടുത്തിയിരുന്നതും. കുരിശു വരയ്ക്കുന്നത് ഇടവകപ്പള്ളിയിലെ സന്ധ്യാമണിയെ തുടർന്നും അത്താഴം കഴിക്കുന്നത് കുരിശുവരയ്ക്ക് ശേഷവും എന്ന രീതിയിലുള്ള ടൈം ടേബിളും അന്ന് ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ നമുക്ക് നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പല കുടുംബങ്ങളിലും കുടുംബാംഗങ്ങൾ ഇന്ന് അത്താഴത്തിന് പോലും ഒന്നിക്കാറില്ല എന്നുള്ളതും വാസ്തവമാണ്. ഭക്ഷണം കഴിക്കുന്നത് പലരും പല സമയങ്ങളിലാണ്, പല ഇടങ്ങളിലാണ്. ചിലർ ടിവിയുടെ മുന്നിലാണ്. ഭക്ഷണമേശയ്ക്കരികിൽ ഇരിക്കുമ്പോഴും മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നവരും ഭക്ഷണം കഴിക്കുമ്പോൾ പോലും മൊബൈൽ കയ്യിൽ പിടിക്കുന്നവരും ധാരാളമാണ്. ഭക്ഷണമേശ ഒരു അൾത്താര പോലെയാകണം. സ്നേഹത്തിന്റെ അപ്പം വാഴ്ത്താനും വിഭജിക്കാനും തയ്യാറാകുന്ന ഇടമായിരിക്കണം ഭക്ഷണമേശ. ഒരു ദിവസത്തെ മുഴുവൻ വിശേഷങ്ങൾ പരസ്പരം പറയാനുള്ള ഇടം. ബന്ധത്തകർച്ചയുടെ ലോകത്ത് ബന്ധങ്ങളെ വിളക്കി ചേർക്കാൻ ഭക്ഷണമേശയിൽ ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കൽ എളുപ്പവഴിയാണ് എന്ന് ഇന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്തിനും ഏതിനും പാശ്ചാത്യ ലോകത്തിലേക്ക് നോക്കുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, എന്നാൽ അറിഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ കൂടി പറയാം. നാം പാശ്ചാത്യ നാടുകളെ കുറ്റം പറയുന്നത് അവിടുത്തെ തകർന്ന കുടുംബ ബന്ധങ്ങളുടെ പേരിൽ ആണല്ലോ. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടേതുപോലുള്ള ആഴപ്പെട്ട കുടുംബ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഉണ്ടായിരുന്നവയായിരുന്നു ഒരു കാലത്ത് പല പാശ്ചാത്യ നാടുകളിലും, പ്രത്യേകിച്ച് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ. 1970-കൾ വരെയുള്ള അമേരിക്കയുടെ കുടുംബചരിത്രം നോക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അന്ന് ഇന്നത്തേതുപോലെ വിവാഹമോചനങ്ങൾ അധികം ഉണ്ടായിരുന്നില്ല, വൃദ്ധസദനങ്ങൾ പെരുകിയിട്ടുണ്ടായിരുന്നില്ല, കുടുംബ ബന്ധങ്ങൾ അന്യം നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അമേരിക്കയുടെ കുടുംബങ്ങൾ ഇപ്പോഴത്തേതുപോലെ വരൾച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്? 1970-കൾ വരെ മാതാപിതാക്കളും മക്കളും വല്യപ്പന്മാരും വല്യമ്മമാരും ഒക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലമാണ് അമേരിക്കയിലും ഉണ്ടായിരുന്നത്. എല്ലാ വൈകുന്നേരങ്ങളിലും അവർ ഡൈനിങ് ടേബിളിൽ ഒരുമിച്ച് കൂടി വിശേഷങ്ങൾ പങ്കുവച്ചു. കൊച്ചുമക്കൾക്ക് വല്യപ്പന്റെയും വല്യമ്മയുടെയും സ്നേഹവും ശിക്ഷണവും ലഭിച്ചു.
ദമ്പതികൾക്ക് സ്നേഹത്തിന്റെ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ 1980-കൾ ആയപ്പോഴേക്കും അമേരിക്കയിൽ പ്രകടമായ രീതിയിലുള്ള സാംസ്കാരിക മാറ്റമുണ്ടായി. പ്രധാനമായും അത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഉള്ളവയായിരുന്നു. ഫാസ്റ്റ് ഫുഡും റെസ്റ്റോറൻറ്റും അവരുടെ ജീവിതത്തിലേക്ക് മുൻപൊരിക്കലും ഇല്ലാത്ത വിധം കടന്നു വരികയും അവരെ വരിഞ്ഞു മുറുക്കുകയും ചെയ്തു. അതോടെ വീട്ടിലെ ഭക്ഷണം രണ്ടാം തരമായി മാറി. പണമുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ കുറഞ്ഞു. വൃദ്ധരായ മാതാപിതാക്കൾ വ്യക്തിപരമായ ഭാരമായി മാറി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഹോട്ടലുകളെ ആശ്രയിച്ചു തുടങ്ങി. കോർപ്പറേറ്റുകൾ കുടുംബങ്ങളിലേക്കും കഴുകനെ പോലെ ചിറക് വിരിച്ച് പറന്നു വന്നപ്പോൾ കുട്ടികൾ പുതിയ രുചികളിലേക്കും സംസ്കാരങ്ങളിലേക്കും ചേക്കേറി. അവർക്ക് പിസയും ബർഗറും പുതിയ വിസ്മയങ്ങളായി. അടുക്കളയിൽ പാകം ചെയ്യുന്ന ഭക്ഷണ സംസ്കാരം പതുക്കെ പതുക്കെ അങ്ങനെ കുറഞ്ഞു വന്നു. അതോടെ കുടുംബ ബന്ധങ്ങളിലെ മുതിർന്നവരുടെ അവസ്ഥയും പരിതാപകരമായി മാറി. അവർക്ക് വേണ്ടി നീക്കിവെക്കാൻ സമയമോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് വെച്ചു വിളമ്പാൻ ഭക്ഷണമോ കിട്ടാതെയായി. അവരെ പെട്ടെന്ന് ഒഴിവാക്കാനായി വൃദ്ധമന്ദിരങ്ങൾ ആവശ്യമായി മാറി. 1970-കളിൽ അമേരിക്കൻ വീടുകളിൽ 70% മാതാപിതാക്കൾ ഉണ്ടായിരുന്നു. ഇന്ന് അത് വെറും 20% മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. ആദ്യകാലങ്ങളിൽ വിവാഹമോചനങ്ങൾ വെറും 50% പിന്നെ അത് 67%. ഇപ്പോൾ ഏറ്റവും ഭീമമായ തോതിൽ 74% അത് ഉയർന്നു നിൽക്കുന്നു. ഇതൊന്നും ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിച്ചവയല്ല. അടുക്കളയിൽ നിന്ന് കുടുംബം അകന്നുപോയപ്പോൾ സംഭവിച്ച അപജയമായിട്ടാണ് ഇന്ന് അമേരിക്കൻ സാമൂഹ്യ ശാസ്ത്രജ്ഞരും മനഃശാസ്ത്ര വിദഗ്ധരും തെളിവുകളോടുകൂടി ഇക്കാര്യങ്ങളെല്ലാം സമർത്ഥിച്ചിരിക്കുന്നത്. ഇന്ന് അമേരിക്കയിലെ പല കുടുംബങ്ങളിലും അടുക്കള ഇല്ലാതായി മാറിയിരിക്കുന്നു. ദശാബ്ദങ്ങൾക്ക് മുൻപ് റെസ്റ്റോറന്റുകളെ സമീപിച്ചിരുന്നവർ ഇന്ന് ഫോൺ ചെയ്ത് ഓർഡർ നൽകുന്നു. വീട്ടുവാതിൽക്കൽ ഭക്ഷണം എത്തുന്നു. അടുപ്പ് പുകയാതെയും അടുക്കള തുറക്കാതെയും വിശപ്പ് പരിഹരിക്കപ്പെടുന്നു. സ്വിഗ്ഗിയും സൊമാറ്റോയും അവരുടെ അടുക്കളകളാകുന്നു, തീന്മേശകളാകുന്നു, രുചികളാകുന്നു. അതുകൊണ്ട് സ്വിഗ്ഗിയും സൊമാറ്റോയ്ക്കും അവർ ജയ് വിളിക്കുന്നു. ഇനി മറ്റൊരു വിദേശ രാജ്യത്തിലേക്ക് പോകാം. ആ രാജ്യത്തിന്റെ പേര് ജപ്പാൻ എന്നാണ്. ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന ഒരു രാജ്യമാണ്, ജനതയാണ്. ലോകമഹായുദ്ധങ്ങൾ ഇത്രയധികം പരിക്കേൽപ്പിച്ച മറ്റൊരു ജനതയും ഉണ്ടെന്ന് തോന്നുന്നില്ല ലോകത്തിൽ. എന്നിട്ടും അതിനെയെല്ലാം അവർ അതിജീവിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന ജനത ജപ്പാൻകാരാണ്, അതും ആരോഗ്യത്തോടെ. എന്താണ് കാരണം? അവർ അടുക്കളകൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അമിതമായി ഹോട്ടലുകളെയോ ഓൺലൈൻ ഫുഡ് ഡെലിവറിയെയോ ആശ്രയിക്കുന്നില്ല അവർ. ഇന്നും സ്വന്തമായി വീട്ടിലെ അടുക്കളയിൽ പാകം ചെയ്ത് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നതാണ് അവരുടെ രീതി. ബന്ധങ്ങൾ വളരുകയും വളർത്തപ്പെടുകയും ചെയ്യുന്ന ഇടമായി അവരുടെ തീന്മേശകൾ നിലനിൽക്കുന്നു. ആ സന്തോഷം ശരീരത്തെയും മനസ്സിനെയും ക്രിയാത്മകമായി സ്വാധീനിക്കുന്നു. അതിനു പകരം അമേരിക്കയെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം വിഴുങ്ങിയിരിക്കുകയാണ്. ആ കൾച്ചറിന്റെ ഉൽപ്പന്നങ്ങളായ പലതരം രോഗങ്ങളുമായി അവർ ശിഷ്ടകാലം കഴിച്ചുകൂട്ടുകയും ചെയ്യുന്നു. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ സൂചി കൈവശം വയ്ക്കുന്ന ഒരു ഗുരുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അറിയാതെ എങ്ങാനും ചോറ് നിലത്ത് വീഴുമ്പോൾ അത് കുത്തിയെടുത്ത് ഭക്ഷിക്കാനായിരുന്നു സൂചി. തമിഴകത്തിന്റെ ഭക്തകവി തിരുവള്ളുവരാണ് ആ ഗുരു. ഭക്ഷണത്തിന് അത്രത്തോളം പവിത്രതയും ആദരവും കൊടുത്തിരുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. അന്നത്തെ ദൈവമായിട്ടാണ് നാം കാണുന്നത്. ഓരോ ഗോതമ്പ് മണിയിലും അത് ആഹരിക്കേണ്ട ആളുടെ പേര് എഴുതിയിട്ടുണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം. എന്നിട്ടും ഇന്ന് നമുക്ക് ഭക്ഷണത്തോടുള്ള ആദരം നഷ്ടമായിരിക്കുകയാണ്. തോന്നുമ്പോഴൊക്കെ വലിച്ചുവാരി കഴിക്കാൻ ഇഷ്ടം പോലെ വിഭവങ്ങൾ ഉണ്ട് എന്നത് തന്നെയാണ് അതിന് പിന്നിലെ ഒന്നാമത്തെ കാരണം. യാത്രക്കിടയിലോ വിശേഷ അവസരങ്ങളിലോ മാസത്തിലൊരിക്കലോ ഉള്ള പുറത്തുപോയുള്ള ഭക്ഷണ ശീലമല്ലാതെ പുറത്തുനിന്ന് വരുത്തുന്ന ഭക്ഷണത്തോടും പുറത്തുപോയി ഭക്ഷണം കഴിക്കാനുമുള്ള നമ്മുടെ അതിരുകടന്ന പ്രവണത നിയന്ത്രിച്ചേ മതിയാവുകയുള്ളൂ. കാരണം അത്തരം പ്രവണതകൾ നമ്മെയും കുടുംബത്തെയും അപകടത്തിലാക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് വാസ്തവം. ആഹരിക്കുന്നവനാണ് മനുഷ്യൻ. ഞാൻ ചിന്തിക്കുന്നു അതുകൊണ്ട് ഞാൻ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ഞാൻ കഴിക്കുന്ന ഭക്ഷണം എൻ്റെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും സ്വാധീനിക്കാറുണ്ട്. സ്വാത്വികന്മാരെന്ന് പറയപ്പെടുന്ന പലരുടെയും ഭക്ഷണശീലങ്ങൾ നോക്കുകയാണെങ്കിൽ ഇക്കാര്യം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആഹാരം ഔഷധമാണ് എന്നാണ് ഭാരതീയ പാരമ്പര്യം. എന്താണ് അതിൻ്റെ അർത്ഥം? വളരെ കുറച്ചും ഗുണകരമായി ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ച് രോഗികളായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഈ പ്രബോധനം അറിയാനും നടപ്പിലാക്കാനും ഇനിയും വൈകരുത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നതായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കേരളക്കരയിൽ ഉയർന്നു കേട്ടിരുന്ന മുദ്രാവാക്യം. അന്നത്തെ കാലത്ത് വളരെ പ്രസക്തവും പ്രധാനവുമായ മുദ്രാവാക്യമായിരുന്നു അത്. കാരണം സാമൂഹികമായും സാമ്പത്തികമായും സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ലൈംഗികപരമായും പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരായി
അടിച്ചമർത്തപ്പെട്ട രീതിയിൽ കഴിയുന്നവരായിരുന്നു അക്കാലത്തെ ഭൂരിപക്ഷം സ്ത്രീകളും. അവരുടെ ആത്മബോധത്തെ തൊട്ടുണർത്താനും സ്വപ്രത്യ സ്ഥൈര്യത്തോടെ സാഹചര്യങ്ങളെയും ജീവിതങ്ങളെയും അഭിമുഖീകരിക്കാനും അന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ അത്യാവശ്യമായിരുന്നു. സമൂഹത്തിന്റെ പൊതുധാരയിലേക്കും മുഖ്യധാരയിലേക്കും സ്ത്രീകളെ കൂട്ടിക്കൊണ്ടുവരിക എന്നത് ചരിത്രം ആവശ്യപ്പെടുന്ന നീതി കൂടിയായിരുന്നു. അത്തരം മുന്നേറ്റങ്ങളുടെ ഫലമായി പെൺജീവിതങ്ങളിലും വെളിച്ചമുണ്ടാവുകയുണ്ടായി. പക്ഷേ ഇന്ന് അവസ്ഥകൾ മാറി. എല്ലാ രീതിയിലും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരായി സ്ത്രീകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പുതിയൊരു മുദ്രാവാക്യം ഇവിടെ ഉയരേണ്ടത് ആവശ്യമാണ് എന്ന് തോന്നുന്നു. മറ്റൊന്നുമല്ല, അത് നമ്മുടെ അടുക്കളകൾ തിരിച്ചു പിടിക്കുക എന്നതാണ്. നത്തോലി ചെറിയ മീൻ അല്ലാത്തതുപോലെ അടുക്കള മോശപ്പെട്ട സ്ഥലമൊന്നുമല്ല. ഒരു കുടുംബത്തിന്റെ ഹൃദയമിടിപ്പും നാഡിമിടിപ്പും അടുക്കളയാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഇടങ്ങളിലൊന്ന് അടുക്കളയാണ്. അവിടെ സ്നേഹത്തോടെ വെച്ചു വിളമ്പുന്നതാണ് അനേകരുടെ ജീവിതങ്ങളിലെ സന്തോഷങ്ങൾക്കും മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിനും ഇടയാക്കുന്നത്. വല്ലപ്പോഴും ഒരിക്കൽ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതോ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നതോ ഒരിക്കലും തെറ്റല്ല എന്ന് ആവർത്തിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. എന്നാൽ ഇത്തരം പതിവുകൾ നമ്മുടെ ശരീരത്തെയും ബന്ധങ്ങളെയും ശിഥിലമാക്കുകയാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ അടുക്കളകളെ തിരിച്ചു പിടിക്കുക. അജിനോമോട്ടോയുടെ കൃത്രിമ രുചി നമ്മുടെ അടുക്കളയിലെ ഭക്ഷണക്കൂട്ടുകൾക്കില്ലായിരിക്കാം. ചിലപ്പോൾ ഭക്ഷണത്തിൽ ഉപ്പ് കൂടുതലും മധുരമില്ലാതെയും പോലെയുള്ള കൈപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടാകാം. അമിതമായി വെന്തും ഇത്തിരി പോലും വേവാതെയും കരിഞ്ഞും ചില ഭക്ഷണങ്ങൾ നമ്മുടെ മേശപ്പുറത്ത് എത്തിയിട്ടുണ്ടാവാം. പക്ഷേ അതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരാണ് വെച്ച് വിളമ്പിയത്. അതിൽ സ്നേഹമുണ്ടായിരുന്നു. അവർ നമുക്ക് വേണ്ടി കണ്ടെത്തിയ സമയമുണ്ടായിരുന്നു. അവരുടെ അധ്വാനമുണ്ടായിരുന്നു. അതിനെ നിസ്സാരമാക്കരുത്. ഒരു കോംപ്ലിമെന്റ് അത് മതി ഭക്ഷണമുണ്ടാക്കിയ ആളുടെ മനസ്സ് നിറയാൻ. സ്നേഹത്തോടെയുള്ള വെച്ചുവിളമ്പൽ അത് മതി കഴിക്കുന്ന ആളുടെ മനസ്സ് നിറയാൻ. നമ്മുടേത് കുടുംബമാണ്, ഒരിക്കലും ലോഡ്ജല്ല. ലോഡ്ജിലാണ് ഭിന്നദേശക്കാരും ഭിന്ന രുചിക്കാരും താമസിക്കുന്നത്. അവർക്ക് ഹോട്ടലുകളെ ആശ്രയിച്ചേ മതിയാകൂ. പക്ഷേ നമുക്ക് കുടുംബമുണ്ട്. കുടുംബമെന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായും അടുക്കളയുമുണ്ട്. ഇനിയും ഏതെങ്കിലും അടുക്കളകൾ നാം തുറക്കാതെ ഇരിക്കുന്നുണ്ട് എങ്കിൽ, ദീർഘകാലം അവധി കൊടുത്തിരിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ വേണ്ട വിധം അത് പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ ആ അടുക്കള വീണ്ടും തുറക്കുക. ഇത് കാലം ആവശ്യപ്പെടുന്ന ആഹ്വാനമാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം മാത്രമല്ല, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും സഹകരണത്തോടെ അടുക്കള ജോലികളിൽ സഹായിക്കുകയും ചെയ്യുന്ന കുടുംബവും ഏത് പ്രതിസന്ധിയെയും ഒരുമിച്ച് നേരിടാൻ തക്ക കഴിവുള്ളവയാണ്. അതുകൊണ്ട് അടുക്കളയിലേക്ക് തിരികെ നടക്കാൻ നമ്മൾ മടിക്കരുത്, മറക്കരുത്.